ഹലോ ഗൈസ്, ഞങ്ങൾ കൊളംബസിൽ യമനി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രേ ഫോർ 2 എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം അവിടെ പറഞ്ഞു. ഞങ്ങളപ്പോൾ പല ഐറ്റംസും വരും. നമുക്കത് നാൻ പോലെ ഒരു ബ്രെഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ലാംബ് ഫഹ്സ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ. ഓക്കെ, കൊളംബസിൽ ക്ലീവ്ലൻഡ് അവന്യൂവിൽ. നമുക്ക് ആദ്യം തന്നെ ഒരു സൂപ്പാണ് കിട്ടിയത്. ഭയങ്കര രസമുള്ളൊരു മീറ്റ് വേവിച്ച ഒരു സൂപ്പാണ് ബേസിക്കലി. അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു തക്കാളിയും കൊറിയാണ്ടറൊക്കെ ഇട്ടിട്ടൊരു മിക്സ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറാണ്. ഒരു നമ്മുടെ രസം എന്താ പറയുക, നമ്മുടെ എല്ലൊക്കെ വേവിച്ച ആ ഒരു ബ്രോത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫ്രീ ആയിട്ട് വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് പൊട്ടിക്കാൻ ധൈര്യമില്ല. ഇത് ഇനി പൊട്ടിച്ചാൽ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. എന്തായാലും ഒരു ലെമൺ മിൻറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ലതാണോ? അനു ഇപ്പോഴും പച്ചവെള്ളത്തിലാണ്. ഷെയറിങ് ഈസ് കെയറിങ്. അങ്ങനെ എങ്ങനെയുണ്ട്? നല്ലതാണോ? ഒരു ഫിസ് വേണമെന്ന് പറഞ്ഞല്ലേ കുറച്ചുകൂടെ? ഇതിന് പറ്റിയതാണ്. ഓക്കെ, നമ്മുടെ കറി തീരാറായി. എന്നിട്ടും ഇതിന്റെ തിളയ്ക്കൽ ഇതുവരെ തീർന്നിട്ടില്ല. ഈ കല്ലൊരു പ്രത്യേകതരം യമനി കല്ലാണ്. ഇതില് തീ ഒരിക്കലും കെടാത്ത ഒരു കനലെപ്പോഴുമുള്ള ഒരു കല്ല്. ഓ, ലുക്ക് അറ്റ് ദാറ്റ്. ചിക്കൻ ഹനീത്, ലാംബ് ഹനീത്. അനുദയ റെഡിയാണ് അറ്റാക്ക് ചെയ്യാനായിട്ട്. ഒരു ട്രേ ഫോർ 2 ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു 3 ആളുകളാണ് ഒരു ട്രെയിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, 3 ആൾക്കാർക്ക് കഴിക്കാനുള്ള. നമ്മുടെ ബിരിയാണി പോലെ അല്ലേ? ബിരിയാണി റൈസ്, മന്തി റൈസ്, തന്തൂരി ചിക്കൻ. ഈ ലാമ്പ് ഇതിനിങ്ങനെ ഉതിർന്ന് ഇങ്ങനെ വരുന്നുണ്ടോ? സംഭവം ഭയങ്കര സോഫ്റ്റാണ്, ഒരു രക്ഷയില്ല ടേസ്റ്റ്. നമുക്ക് ചിക്കൻ്റെ കളർ കണ്ടാൽ പേടിയാവും, അതാണൊരു. പക്ഷേ ചിക്കൻ നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ മയോണൈസ് ഇല്ല എന്നുള്ളതാണ് സുദീപയുടെ സങ്കടം. മയോണൈസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സുദീപ. നമുക്ക് ഈ ഗാർലിക് മയോണൈസ് വേണമെന്ന് പറഞ്ഞു മന്തിയുടെ കൂടെ. നമ്മളപ്പോൾ ഈ തക്കാളി ചട്നി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, മയോണൈസ് ഇല്ലാതെ കരഞ്ഞിരിക്കുന്ന സുദീപേനെ കണ്ട് അവരിത് നമുക്കൊരു യമനി സാമ്പാർ കൊണ്ട് തന്നിട്ടുണ്ട്.